മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ ഏജനെറ്റും എമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും സംയുക്തമായി ഒരുക്കുന്ന ജിംഗിൾ ബെൽ മലയോരത്തോടൊപ്പമുള്ള യാത്ര നമ്മളിപ്പോൾ ചൂളിയാട് വന്ന് എത്തിയിരിക്കുകയാണ്. ചൂളിയാട് പാലം. അപ്പം ഇവിടെ കുറച്ച് പേര് ഇവിടെ വിശ്രമ കേന്ദ്രമൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. ഇപ്പോൾ ക്രിസ്മസ് പുതുവത്സരമൊക്കെ പ്രമാണിച്ച് അപ്പോൾ ഇവരുടെ ഇവരൊരു കൂട്ടായിട്ടുള്ള ഒരു പ്രയത്നമാണ്. അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. വിശ്രമ കേന്ദ്രം ഉണ്ടാക്കുന്ന ഒരു തിരക്കിലാണ് അവർ. ആ ചെറിയൊരു സമയം നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം. എന്താ പേര്? ഷനിൽ. ഇത് നമ്മൾ ഡിവൈഎഫ്ഐ ചൂളിയാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ബസ് വെയിറ്റിംഗ് ഷട്ടർ നിർമ്മിക്കുകയാണ്. അതിന്റെ പ്രവർത്തനത്തിലാണ് ഞങ്ങളുള്ളത്. ഇവിടെ ആദ്യം ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഇല്ല, ആദ്യം ഇല്ല. അപ്പോൾ അതിന് നമ്മൾ അത്തരത്തിലൊരു സാഹചര്യം, സ്കൂൾ കുട്ടികളൊക്കെ ഇവിടെ വെയിലത്താണ് നിൽക്കാറുള്ളത്. അപ്പോൾ അതിനൊരു പരിഹാരം എന്ന നിലയിലാണ് നമ്മൾ ഈ പ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുള്ളത്. ഇവിടെ മാത്രമാണ് അല്ലെങ്കിൽ ഇനി അങ്ങോട്ടേക്ക്? ഇവിടെയാണ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി അടുവാപ്പുറം പിന്നെ തലക്കോട് അതുപോലുള്ള പ്രദേശങ്ങളിൽ ഇതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അത് നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അവിടെ കൂടി ഈ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ വേണ്ടി ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ ക്രിസ്മസിൻ്റെ അതെ, അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും ഇപ്പോൾ ഇവരൊക്കെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. എന്താ പേര്? വിനീഷ്. എന്നാ ചെയ്യുന്നത്? ഞാനിപ്പം പുറത്തായിരുന്നു, ഇപ്പം നാട്ടിൽ തന്നെയുണ്ട്. എങ്ങനെയുണ്ട് പ്രവാസി ജീവിതമൊക്കെ? പ്രവാസി ജീവിതം കുഴപ്പമില്ല, തിരിച്ചു പോകണം. ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്ന വെയിറ്റ് ഷെഡിൽ വേറൊരു കാര്യം കൂടിയാണ് പറയാൻ വിട്ടുപോയ കാര്യമാണ്. പൊതുവേ നമ്മളൊരു ഫണ്ട് ഇടുന്ന സ്വരൂപിച്ചിട്ടുണ്ടാക്കുന്നതിന് പകരം മുഴുവൻ നാട്ടുകാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചായപ്പൊടി രീതിയിൽ ഓരോ വീട്ടിലും കയറി കൊടുത്തതിന് ശേഷമാണ് ഇങ്ങനെ ഈ ഒരു പദ്ധതികൾ തുടങ്ങിയിട്ടുള്ളത്. മൊത്തത്തിൽ ആൾക്കാർ കൂട്ടായ്മയോട് തുടങ്ങിയ ഒരു പരിപാടിയാണ്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലാണ്, പക്ഷേ നാട്ടുകാരെ ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പോൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വളരെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പരിപാടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ചൂളിയാടും. എന്താ പേര്? ജ്യോതിഷ്. എന്താ വർക്ക് ചെയ്യുന്നത്? ഞാൻ മെക്കാനിക്. എവിടെ? നടുവിലാണ്. വീട് ഇവിടെ തന്നെയാണ്? വീട് ഇവിടെ തന്നെയാണ്. എങ്ങനെ ക്രിസ്മസിന്റെ ആഘോഷങ്ങളൊക്കെ? ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ. പേര് ഷിനോജ്. എന്താ ചെയ്യുന്നത്? ഞാൻ ഇലക്ട്രീഷ്യനാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ തേപ്പ് കത്തിയൊക്കെ കണ്ടല്ലോ. അത് കണ്ടു. അതോ കുഴപ്പമില്ല, നമ്മളെ ഒരു സംരംഭമല്ലേ, കൂട്ടായ്മയല്ലേ ഇത്, അതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന. പാട്ട് പാടും? ഇല്ല, പാട്ട് പാടില്ല. ഈ കൂട്ടത്തിൽ ആരും ഗായകരുണ്ട്? ഇല്ല, ഗായകനില്ല. ആരും ഗായകന്മാരില്ല. എന്നാലും നമുക്കൊരു പാട്ടൊക്കെ പാടിത്തരണം. എന്താ പേര്? സന്തോഷം. എന്താ വർക്ക് ചെയ്യുന്നത്? ഫർണിച്ചർ പണിയാണ്. അപ്പോൾ നമ്മുടെ ഏജനെറ്റ് ചാനലും എമി ഗോൾഡും സംയുക്തമായി ഒരുക്കുന്ന ജിംഗിൾ ബെൽ മലയോരത്തോടൊപ്പമാണ്. മലയോര ജനതയുടെ സ്ഥിരാകേന്ദ്രങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ്. അപ്പോൾ ഈ യാത്രയിൽ നല്ല ഒരു കാര്യമാണ്, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു കാര്യമാണ് ഡിവൈഎഫ്ഐ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിന് എല്ലാവിധ ആശംസകൾ ഏജനെറ്റിൻ്റെ ഞങ്ങൾ നേരുകയാണ്. ഓക്കെ. ഏട്ടാ എന്താ പേര്? ഉമേഷ്. എന്താ വർക്ക്? ഞാൻ IRPCന്റെ IRPCന്റെ. അതും ജനങ്ങൾക്ക് ജനസേവന പരിപാടി തന്നെ. അതൊക്കെ നല്ലൊരു ഇത് തന്നെയാണ്. നമുക്ക് രോഗികളെ പരിചരിക്കുക എന്നുള്ളത് തന്നെ ഒരു പ്രധാനപ്പെട്ട ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ്. അതുപോലത്തെ ഒരു പ്രധാനപ്പെട്ട തന്നെയാണ് ഇത്. നമ്മുടെ നാട് കാത്തിരിപ്പ് കേന്ദ്രം എല്ലാവരും വെയിലത്ത് എടുക്കുന്നതുകൊണ്ട് നമ്മൾ ഡിവൈഎഫ്ഐ നല്ലൊരു സംരംഭം എന്ന് ജനങ്ങൾ കൂട്ടായ്മ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ചായപ്പൊടിയെല്ലാം വിറ്റിട്ട് ഓരോ വീടുകളിൽ കയറി ചായപ്പൊടി വിറ്റ് അതിനകത്ത് നിന്ന് ഫണ്ട് സ്വരൂപിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ എല്ലാ സാമഗ്രികളും ഓരോരാളെ സമീപിച്ചിട്ട് അവർ സ്പോൺസർ ചെയ്തതാണ്. അതാണ് ജനകീയമായിട്ടുള്ളൊരു ഇത് തന്നെയാണ് നമ്മൾ ഡിവൈഎഫ്ഐയുടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ പേര് നിങ്ങൾ തീരുമാനിച്ച പേര് പിന്നെ ഇത് തന്നെ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനം അങ്ങനെ തീരുമാനം. ഓക്കെ. അപ്പോൾ വളരെ നല്ലൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. എന്താ പേര്? ജിതിൻ. എന്താ വർക്ക്? ഇലക്ട്രീഷ്യനാണ്. എങ്ങനെ പോകുന്നു നമ്മളെ കാര്യങ്ങളൊക്കെ? അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിക്കും. അതിനുള്ള ഇത് കഴിഞ്ഞിട്ട് വേണം അതിലേക്ക് നീങ്ങാൻ വേണ്ടി. ഓക്കെ. അപ്പോൾ ആരാ നമുക്കൊരു രണ്ടുപേര് പാട്ടൊക്കെ പാടിത്തരാ? ആര്? പ്രവാസി ജീവിതം കഴിഞ്ഞ് വന്ന് ഒരു പാട്ടൊക്കെ പാടിത്തന്നൂടെ? അപ്പോൾ ഓക്കെ. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേരുകയാണ്. ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെ ആശംസകൾ നേരുകയാണ്. ഏജനെറ്റും എമി ഗോൾഡും ആശംസകൾ നേരുകയാണ്. അപ്പോൾ ഓക്കെ, നിങ്ങളെ ഒരുപാട് ഡിവൈഎഫ്ഐ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഏജനെറ്റും എമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ.